നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ന് രാവിലെ 10:30 രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ഗവർണറുടെ ഭാര്യ അനഘ ആർലേക്കർ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുത്തു. ഗോവ നിയമസഭാ മുൻ സ്പീക്കറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹിമാചൽ പ്രദേശ് ഗവർണറായും സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1980കളിൽ തന്നെ ഗോവ BJP സജീവ സാന്നിധ്യമായിരുന്നു ആർലേക്കർ. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. 2015 ഗോവ ക്യാബിനറ്റ് പുനഃസംഘടനയിൽ ആർലേക്കർ വനംവകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത്. പിന്നീട് 2023 ബീഹാർ ഗവർണറായി നിയമിതനായി. എന്തായാലും ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുണ്ടായിട്ടുള്ള പോരുകൾ, പ്രശ്നങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ നമ്മൾ കേരളം കണ്ട കാഴ്ചയാണ്. പുതിയ ഗവർണറുടെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കും, സർക്കാരിനോടുള്ള മനോഭാവം, സർക്കാരിനോടുള്ള ഇടപെടൽ സമീപനം എന്താകും, മുഖ്യമന്ത്രിയോടുള്ള ഇടപെടൽ എങ്ങനെയാകും എന്നതൊക്കെ ഏവരും ഉറ്റുനോക്കുകയാണ്. എന്തായാലും പുതിയ ഗവർണറുടെ പ്രവർത്തന രീതികൾ എങ്ങനെ ഉണ്ടാകും എന്നതൊക്കെ ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുകയാണ്. അതേസമയം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനം വിട്ടൊഴിഞ്ഞ് കേരളം വിട്ടു പോകുമ്പോൾ ഒരാളും അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു യാത്രയയപ്പ് നൽകിയില്ല എന്ന ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. സർക്കാരുമായി തുടർച്ചയായി കലഹം കൂടിയ 5 സംഘർഷ വർഷങ്ങൾക്കൊടുവിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് നിന്നും മാറിയത്. എന്നും തുടർന്നിരുന്ന അകൽച്ച അതേപടി നിലനിർത്തി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിലോ വിമാനത്താവളത്തിലോ അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയില്ല. രാജ്ഭവനിലെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ഓരോ ജീവനക്കാരോടും പ്രത്യേകം യാത്ര പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറിയത്. മുൻപ് പല പ്രാവശ്യം കരിങ്കൊടി കാണിച്ച് വഴി തടയുകയും ചെയ്ത അതേ വഴിയിൽ കാത്തുനിന്ന SFI പ്രവർത്തകർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടെ ഗവർണർക്ക് കൈവീശി താറ്റ കൊടുത്തു. അതും ഗവർണർക്ക് മറ്റൊരു തിരിച്ചടിയായി. അതേസമയം പുതിയ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി അടക്കമുള്ള വൻ പടയാണ് എത്തിയത്. ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരം എയർപോർട്ട് ടെക്നിക്കൽ ഏരിയയിലെത്തിയ നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്നാണ് സ്വീകരിച്ചത്. മന്ത്രിമാരായ കെ രാജൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, വി ശിവൻകുട്ടി, KN ബാലഗോപാൽ, സ്പീക്കർ AN ഷംഷീർ, മേയർ ആര്യ രാജേന്ദ്രൻ, ആന്റണി രാജു MLA, MPമാരായ AA റഹീം, ശശി തരൂർ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് ക്യാബിനറ്റ് ഉപസമിതിയെ തീരുമാനിച്ചിരുന്നു. KN ബാലഗോപാൽ, K രാജൻ, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് അംഗങ്ങൾ. നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കുന്നതിനായി വിവരങ്ങൾ വകുപ്പുകളിൽ നിന്ന് ശേഖരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകിനെ ചുമതലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.